ഇതിൽ ഇത് കോവിഡ് കാലത്താണല്ലോ PM കെയേഴ്സ് എന്നുള്ള ഒരു സംവിധാനം ഉണ്ടാവുന്നത്. അപ്പോൾ ആ കോവിഡ് കാലത്തെന്നാൽ ചിലവഴിക്കാൻ വേണ്ടി കിട്ടിയ തുകയുടെ എത്ര ചിലവഴിച്ചു എന്ന് നോക്കിയാൽ 10,000 കോടി കയ്യിലുള്ളപ്പോൾ 3,000 രൂപ ചിലവഴിച്ചിട്ടുള്ളൂ. അതായത് അതായിരുന്നു ഈ രാജ്യത്തിൻ്റെ ആവശ്യം. അല്ല, അങ്ങനെ പരിഹരിക്കാവുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു രാജ്യം. എത്ര ആളുകൾ മരിച്ചു, എന്തെല്ലാം തരത്തിലുള്ള ദുരിതങ്ങളുണ്ടായി, എത്ര ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. എല്ലാവരും അങ്ങ് ബൗൺസ് ബാക്ക് ചെയ്തു, ഒറ്റയടിക്ക് കോവിഡിന് ശേഷം രക്ഷപ്പെട്ടു എന്ന് കരുതാനാവുമോ? അങ്ങനെയല്ലല്ലോ. എന്നേക്കുമായി വലിയ തകർച്ചയിലേക്ക് പോയ എത്ര പേരുണ്ട്. അപ്പോൾ 3,000 കോടി ചിലവഴിക്കുന്നത് 10,000 കോടി പോക്കറ്റിൽ വെച്ചിട്ടാണ്. നമ്മൾ നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, എല്ലായിടത്തും ഉണ്ടാവും. ഭയങ്കര പിശുക്കന്മാരായ ചില ആളുകളുണ്ട്. അതായത് കനത്ത പണം കയ്യിലുണ്ടാവും, അതിൻ്റെ പലിശ ഇങ്ങനെ പെരുകുന്നത് കണ്ട് സന്തോഷിക്കും. അതല്ലാതെ 1 രൂപ നെറ്റിയിൽ പോറാനുള്ള ഉപകാരം ചെയ്യില്ല. അതാണ് ഇപ്പോൾ PM കെയറിൻ്റെ നടത്തിപ്പുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ മേൽനോട്ടക്കാരായ കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒന്ന് ആലോചിക്കുക, 8,000 ചില്ലുവാൻ കോടി രൂപ അക്കൗണ്ടിൽ കിടക്കുകയാണ്. കഴിഞ്ഞ വർഷം ആകെ ചിലവാക്കിയത് 1 കോടിയിൽ താഴെ 87 കോടി രൂപയാണെന്നൊന്ന് ആലോചിച്ച് നോക്കും. അല്ല, 80 ലക്ഷം. 1 കോടിയിൽ താഴെ, 1 കോടിയിൽ താഴെ. വായിൽ വരുന്നില്ല. ഈ 8,000 കോടിയിൽ നിന്ന് 87 ലക്ഷത്തിലേക്ക് നമുക്ക് വരുന്നില്ല. കാരണം ഈ രാജ്യത്ത് ഒരു പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ ഒരു സഹായം അർഹിക്കുന്ന പ്രശ്നങ്ങളൊന്നും കഴിഞ്ഞ വർഷം കണ്ടില്ലേ. കഴിഞ്ഞ ഈ വർഷങ്ങളില്ല. അപ്പോൾ അതിന് മുമ്പ് 12 കോടിയാണ് ചിലവഴിച്ചിരിക്കുന്നത്. അതിനിടയ്ക്ക് ഇത് കണ്ട് ആസ്വദിക്കുകയാണ്. എന്ത് 93% FDയിലാണ് ഈ പൈസ കിടക്കുന്നത്. അതിങ്ങനെ പെരുകും. ആ പലിശ പെരുകുന്നത് കണ്ട് സന്തോഷിക്കുക, അല്ലാതെ നാട്ടുകാർക്ക് ഗുണം ചെയ്യാതിരിക്കുക. ഇതാണ് ഈ മനസ്ഥിതി. എങ്ങനെയാണ് നമുക്ക് വിശേഷിപ്പിക്കാനാവുക? അതിൻ്റെ പേര് PM കെയേഴ്സ് എന്നല്ലേ. ആ നിലയ്ക്കുള്ള പരിഗണന ഓരോ സമയത്തും നൽകേണ്ടതല്ലേ. ഇപ്പോൾ സംസ്ഥാന സർക്കാർ കേരളത്തിൽ ഇവിടെ വലിയ ദുരന്തമുണ്ടായി, പല ആവർത്തി ആവശ്യപ്പെട്ടു. അപ്പോൾ എന്താണ്, കേന്ദ്രം പല കാരണങ്ങൾ പറഞ്ഞതൊക്കെ നീട്ടിക്കൊണ്ടുപോയി, സഹായം നൽകാതെ. ഒരു ദുരന്തകാലത്തും കേരളം അർഹിക്കുന്ന പണം കൊടുത്തിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഏറ്റവും വലിയ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നും സംഭവിക്കുമ്പോൾ പോലും മുഖം തിരിഞ്ഞു നിന്നു. പ്രധാനമന്ത്രി ഇവിടെ വന്ന് കുട്ടിയെ ആശ്വസിപ്പിച്ച് സന്തോഷിപ്പിച്ച് സ്നേഹിച്ചിട്ട് പോയി. പക്ഷേ അതിനപ്പുറത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സഹായം ആ ഘട്ടത്തിൽ ഉണ്ടാകാതെ ഇവിടെ മുറവിളി കൂട്ടിയ ആളുകൾ. പിന്നെ കിട്ടിയ സഹായം തന്നെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് കിട്ടിയതെന്ന് ആലോചിക്കണം. പിന്നെ ലോണായിട്ടും പലതായിട്ടും ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ഒരു ശരിയായ സംഗതിയല്ല. മാത്രമല്ല, ഇതിന് കൂടുതൽ സുതാര്യത വേണ്ടതുണ്ട്. ഈ PM കെയർ ഫണ്ടിന് കൂടുതൽ സുതാര്യത വേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 87.85 ലക്ഷം കോടി മാത്രം, അതായത് 0.01% മാത്രം ചിലവഴിച്ചിട്ടുള്ള ഈ കാലത്ത് ഈ രാജ്യത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് സനീഷേ? അതായത് അസം പ്രളയം ഉണ്ടായി 2026 തന്നെ സംഭവിച്ചതാണ്. 2026 100-ലധികം പേർ അസം പ്രളയത്തിൽ മരിച്ചു. 10 ലക്ഷത്തിലധികം പേർക്ക് ബാധിതരാണ്. സംസ്ഥാനം കൂടുതൽ ഫണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പം പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടുള്ള വിവേചനം എന്ന് കരുതാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. ഇത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുന്ന ദുരന്തങ്ങളോട് പോലും ഇന്ന് PM കെയർസിൽ നിന്ന് പിടിച്ചോ ഇന്ന ഇച്ചിരി പൈസ എന്ന് ഒരു നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടില്ല. PM കെയറിൽ നിന്ന് ഫണ്ട് വന്നിട്ടില്ല, അവിടെ വന്നിട്ടില്ല. ഈ പ്രകൃതി ദുരന്തങ്ങളെല്ലാം നിരന്തരം തുടർച്ചയായി സഹായം നിഷേധിക്കൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. 2025 ഹിമാചൽ പ്രദേശിൽ വലിയ ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടായി, വലിയ ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടായി. 360 പേരാണ് മരിച്ചത്. 4,000 കോടിയുടെ നഷ്ടമാണെന്ന് കണക്കാക്കിയത്. എവിടെ? അവിടെയും PM കെയേഴ്സിൽ നിന്നൊന്നും ചെന്നിട്ടില്ല. ഇപ്പോൾ ഈ മറ്റ് ഹിമാലയൻ ദുരന്തങ്ങളെല്ലാം, ഈ ഉത്തരാഖണ്ഡിലുണ്ടായ ദുരന്തം ഞാനിങ്ങനെ കണക്കെടുക്കുകയായിരുന്നു. ഈ സമയത്തുണ്ടായ ദുരന്തങ്ങൾ 63 പേര് അവിടെ മരിച്ചിട്ടുണ്ട്. റയാസി ലാൻഡ് സ്ലൈഡിൽ 32 പേര് മരിച്ചിട്ടുണ്ട്. അവിടെയും ഇല്ല. ഇപ്പോൾ ഈ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഓരോ ഘട്ടത്തിലും, ഇപ്പോൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ, പഞ്ചാബിൽ 2025 പ്രളയത്തിൽ 40 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പ്രളയമാണ് അവിടെ നടന്നത്. 57 ഏറെ മരണങ്ങൾ അവിടെ സംഭവിച്ചു. 20 ലക്ഷം പേരെയാണത് ബാധിച്ചത്. PM കെയറിൽ നിന്നൊരു കാശ് അങ്ങോട്ട് പോയിട്ടില്ല. അത് മാത്രമല്ല, ഇതിനകത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് എന്തിനാണ് ഈ RTIയിൽ നിന്നെല്ലാം ഒഴിവാക്കി നിർത്തിയിരിക്കുന്നത് PM കെയർ ഫണ്ടിനെ? അതങ്ങനെ ഒഴിവാക്കി നിർത്തേണ്ടതല്ലോ. ഇതിപ്പോൾ ഇനിയിപ്പോൾ RTIയിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. കാരണം കാശെങ്കും പോകുന്നില്ല, അവിടെ ഇത് നിരട്ടിക്കുകയല്ലേ എന്നുള്ള അവസ്ഥയിലേക്ക് അത് പോയിരിക്കുകയാണ്. അത് ശരിയല്ലല്ലോ. ഇതിന് ഓഡിറ്റ് ഉണ്ടാവണ്ടേ? ഈ സ്വകാര്യ ഓഡിറ്റിങ്ങിനപ്പുറത്ത് കൃത്യമായി സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള CAGയുടെ മേൽനോട്ടമുള്ള ഒരു ഫണ്ടായി തന്നെ അത് നിലനിൽക്കേണ്ടതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ആർക്കും ഗുണമില്ലാതെ ഇങ്ങനെ നിധി പോലെ കുറേ പണം അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്ത് പ്രയോജനം? കോവിഡ് കാലത്തിനാണെങ്കിൽ കോവിഡ് കാലത്ത് ആകെ ചിലവാക്കിയത് അതിനകത്തൊന്നും 3,000 കോടി, പോക്കറ്റിലുള്ളത് 10,000 കോടി.
അത് എങ്ങനെയാണ് നീതീകരിക്കാനാവുന്ന ഒരു നടപടിയാവുക? എന്ത് കാര്യമാണ് സർക്കാർ എപ്പോഴും ചെയ്യുന്നത്? എന്താണ് സർക്കാർ ഇങ്ങനെ പലിശ കൂടാൻ വേണ്ടിയിട്ട് കാശ് സൂക്ഷിച്ചു വെച്ചിട്ടല്ലല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു ബിസിനസ് നടത്തുകയല്ലേ സർക്കാർ ചെയ്യുന്നത്. അതിന് റൊട്ടേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുമല്ലോ. ഇപ്പോൾ ഇന്ന് ഈ പൈസ എടുത്ത് ചിലവഴിച്ചാൽ നാളെ അയ്യോ പയ്യിലൊന്നും പൈസയില്ല. ഇതെങ്ങനെ ഒരു കുടുംബം നടത്തുന്ന പോലെയാണോ ഇത് കൈകാര്യം ചെയ്യേണ്ടത്? അല്ലല്ലോ. ഇപ്പോൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി കരുതി വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫണ്ട് കരുതി വെക്കേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെ അല്ലല്ലോ അത് ഫണ്ട് കരുതി വെക്കേണ്ടത്. പക്ഷേ അത് ചെയ്യുന്നത് ഒരു ഉത്തരവാദിത്വമില്ലായ്മയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നെ മാത്രമല്ല, ഇത് ഈ അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് വൈകിയാണ്. 1.5-2 വർഷം കഴിഞ്ഞിട്ടാണ് ഈ അക്കൗണ്ട് വിവരങ്ങൾ പുറത്തു വിടുന്നത്. അത് ഉത്തരവാദിത്വമില്ലായ്മയാണ്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതൊക്കെ യഥാസമയം ഈ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. അതായത് ഇത്രയും കയ്യിലുള്ളപ്പോഴാണ് പല കാര്യങ്ങളിലും സംസ്ഥാനങ്ങളെ സഹായിക്കാത്തത്, സംസ്ഥാനങ്ങളെ പിന്നെയും ഊറ്റുന്നത് എന്നതൊക്കെ ആളുകൾ അറിയേണ്ടതുണ്ട്. ഇത് അടിസ്ഥാനപരമായി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് വിട്ടുപോയിട്ട് ഇത് അതിനപ്പുറത്തുള്ള ഒരു കേന്ദ്രീകൃത സംവിധാനത്തിലേക്ക് വരുമ്പോഴുള്ള കുഴപ്പങ്ങളാണ്. ആ കുഴപ്പങ്ങളിലൊന്നാണിത്. ഇത് ആരോട് പറഞ്ഞിട്ടാണ്? നിന്ന നിപ്പിലല്ലേ ഇതിനെ എല്ലാ ഓഡിറ്റിങ്ങിൽ നിന്നും മാറ്റി ഇത് സ്വതന്ത്രമായ മറ്റൊരു ഫണ്ടാക്കി ഇതിനെ മാറ്റി അതിന് NGOയുടെ എല്ലാ സാധ്യതകളും അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്ത് ഇങ്ങനെ നിലനിർത്തുന്ന ഒരു ഫണ്ടാക്കി മാറ്റിയത് എങ്ങനെയാണ്? ഇതിലേതെങ്കിലും തരത്തിൽ പ്രതിപക്ഷത്തെയോ ജനങ്ങളെയോ വിശ്വാസത്തിലെടുത്ത് ഈ കാര്യങ്ങൾ ചെയ്തു പോകാനുള്ള ഒരു നിലപാടെന്തുകൊണ്ട് സ്വീകരിച്ചില്ല? ജനങ്ങൾക്കിതിൽ എന്താണ് ഈ ഫണ്ട് ചെയ്യുന്നത് എന്നുള്ളത് RTI വെച്ച് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം വേണ്ടേ? അത് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ശരിയായ സംഗതിയല്ല. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇങ്ങനെയല്ല സർക്കാർ കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്. ഈ ഇന്ത്യയിലെ ജനങ്ങൾക്ക് 100 പ്രശ്നങ്ങളുണ്ട്, 100 ദുരന്തങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ആശ്വാസം ജനങ്ങൾക്ക് വേണ്ടതുണ്ട്. പ്രധാനമന്ത്രി PM കെയേഴ്സിലൂടെ ജനങ്ങളെ ആശ്വസിപ്പിക്കേണ്ടതുണ്ട്. അല്ലാതെ ഇതിൻ്റെ പലിശ പെരുകുന്നത് കണ്ട് ആസ്വദിക്കുകയല്ല വേണ്ടത്. ഒന്ന് PM കെയേഴ്സ് എന്നാണ്, അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാവുന്ന തരത്തിൽ തന്നെയാണ് ഇതൊക്കെ നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. അദ്ദേഹം ഈ കാര്യത്തിൽ കുറേ കൂടി ഉത്തരവാദിത്വ ബോധത്തോടെയുള്ള ജോലി ചെയ്യുമെന്നാണ് നമ്മളിപ്പോൾ കരുതേണ്ടത്.